നമസ്കാരം. യുദ്ധത്തിന്റെ കലുഷിത ഭൂമിയിൽ പൊടിപടലങ്ങൾ വീണ്ടും ഉയരുമ്പോൾ മറ്റൊരു അപ്രതീക്ഷിത വേദിയിൽ പോരാട്ടം മറ്റൊരു തരത്തിൽ ശക്തമാവുകയാണ്. സാംസ്കാരിക രംഗത്ത്, ഡിജിറ്റൽ ലോകത്ത് കാഴ്ചകളുടെ ശക്തി. ഒരു വശത്ത് ആയുധങ്ങളുടെ ശബ്ദം, മറുവശത്ത് പരിഹാസത്തിന്റെ സംഗീതം. അതാണിപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പുതിയ സംഭവ വികാസം. അമേരിക്കൻ പൈലറ്റിനെ രക്ഷിക്കാനായി നടത്തിയ ദൗത്യത്തെ തുറന്നു പറഞ്ഞ് പരിഹസിച്ച് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് വാക്കുകളിലൂടെയോ പ്രസ്താവനകളിലൂടെയോ അല്ല, ഒരു ആനിമേഷൻ സംഗീത വീഡിയോയിലൂടെ. ഇരുട്ടിന്റെ മറവിലെ യുറേനിയം കൊള്ള എന്ന പേരിൽ പേർഷ്യ ബോയ്സ് സ്റ്റുഡിയോസ് ആണ് അമേരിക്കയെ പരിഹസിച്ചുള്ള ലോഗോ ശൈലിയിലുള്ള സംഗീത വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ രക്ഷാദൌത്യം സമ്പൂർണ്ണ പരാജയമായെന്നാണ് ഈ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. $600 മില്യൺ അമേരിക്ക പാഴാക്കിയെന്നും വീഡിയോയിൽ പറയുന്നു. പൈലറ്റിനെ രക്ഷിക്കാനെന്ന വ്യാജേന ഇരുട്ടിന്റെ മറവിൽ അമേരിക്ക നടത്തിയത് യുറേനിയം കൊള്ളയടിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. അതിക്രമിച്ചു കയറിയ അമേരിക്കൻ കമാൻഡോകളെയും ഹെലികോപ്റ്ററുകളെയും വിമാനങ്ങളെയും ഇറാൻ സൈന്യം തുരത്തിയെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നു. ഈ ലെഗോ ശൈലിയിലുള്ള വീഡിയോ വെറും വിനോദമല്ല, അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്, പ്രചരണ തന്ത്രമാണ്, മനഃശാസ്ത്ര യുദ്ധത്തിന്റെ പുതിയ മുഖമാണ്. അമേരിക്ക നടത്തിയ രക്ഷാദൌത്യം വീരകൃത്യമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇറാൻ അതിനെ പരാജയപ്പെട്ട ശ്രമമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. അമേരിക്കൻ സൈന്യം നടത്തിയ പൈലറ്റ് രക്ഷാദൌത്യം സാധാരണയായി അതീവ രഹസ്യപരമായും കൃത്യതയോടെയും നടപ്പാക്കപ്പെടുന്ന ഒന്നാണ്. ഇത്തരം ദൗത്യങ്ങൾ സൈനിക ശേഷിയും സാങ്കേതിക മുന്നേറ്റവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതുമാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഇറാൻ ഈ ദൗത്യത്തെ പരിഹസിക്കാൻ തീരുമാനിച്ചത് ഒരു പുതിയ തന്ത്രത്തിന്റെ സൂചനയാണ്. യുദ്ധം ഇനി വെറും യുദ്ധഭൂമിയിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും നടക്കും. ലെഗോ ശൈലിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ വീഡിയോ ആദ്യ നോട്ടത്തിൽ ലഘുവും വിനോദപരവുമാണ് എന്നാണ് തോന്നുക. പക്ഷേ അതിന്റെ ഉള്ളറയിൽ കടന്നു നോക്കുമ്പോൾ അതൊരു ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൈമാറുന്നുണ്ട്. യുറേനിയം കൊള്ള എന്ന പരാമർശം അമേരിക്ക ഇറാന്റെ ആണവ വിഭവങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന ആരോപണത്തെ ശക്തമാക്കുകയാണ്. ഇതിലൂടെ ഇറാൻ സ്വന്തം നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അമേരിക്കയെ ആക്രമണകാരിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രചരണ വീഡിയോ മാത്രമല്ല, ഇതൊരു മനോവിജ്ഞാന യുദ്ധായുധമാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിലെത്തും. അതിലൂടെ പൊതുജനാഭിപ്രായം സ്വാധീനിക്കാനും രാജ്യാന്തര സമൂഹത്തിൽ ഒരു രാജ്യത്തിന്റെ ഇമേജ് മാറ്റാനും കഴിയും. ഇറാൻ അതുതന്നെയാണ് ചെയ്യുന്നത്, വെടിയുണ്ടകളില്ലാതെ, പക്ഷേ ശക്തമായ സ്വാധീനത്തോടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വീഡിയോയുടെ അവതരണ രീതി തന്നെയാണ്. ലെഗോ ശൈലി, സംഗീതം, ലളിതമായ ദൃശ്യങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഒരു സോഫ്റ്റ് പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നു. കഠിനമായ രാഷ്ട്രീയ സന്ദേശം പോലും ലളിതമായി ജനങ്ങളിലേക്ക്, എന്നാൽ ആഴത്തിലെത്തിക്കാൻ ഇതൊരു ഫലപ്രദമായ മാർഗമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളെ ലക്ഷ്യമിടുന്ന രീതിയിൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇത് ആദ്യമായല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ അപകടകരമാണ്. കാരണം യഥാർത്ഥ യുദ്ധത്തിന്റെ തീ പടരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാനസിക യുദ്ധങ്ങൾ വികാരങ്ങളെ കൂടുതൽ ചൂടാക്കാനിടയാക്കും. അതുവഴി സമാധാന ശ്രമങ്ങൾ പോലും ദുർബലമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചോദ്യം, ഇത്തരം പരിഹാസങ്ങൾ യുദ്ധത്തിന്റെ ദിശയെ ബാധിക്കുമോ എന്നുള്ളതാണ്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി അതിന്റെ സ്വാധീനം വലുതായിരിക്കും. ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനും എതിരാളിയെ ദുർബലമാക്കാനും ഇത്തരം പ്രചരണങ്ങൾ സഹായിക്കും. അതാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ മറുവശത്ത് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. ഇത്തരം പരിഹാസങ്ങളെ അവഗണിക്കുമോ, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമോ? അതിനനുസരിച്ച് സംഘർഷത്തിന്റെ തീവ്രതയും ഗതിമാറും. ഒടുവിൽ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു സത്യമാണ്: യുദ്ധം ഇനി വെറും തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. അത് കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും നടക്കുന്നു. ഒരാൾ വെടിയുതിർക്കുമ്പോൾ മറ്റൊരാൾ സൈബർ യുദ്ധം നടത്തുന്നു. എന്നാൽ ഇരുവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്: വിജയം. ഇങ്ങനെ യുദ്ധത്തിന്റെ കനത്ത ഇരുട്ടിനടിയിൽ ഒരു ആനിമേഷൻ വീഡിയോ പോലും ശക്തമായ ആയുധമായി മാറുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് ലോകം കടന്നിരിക്കുകയാണ്.